ഞാൻ കാനഡയ്ക്ക് പോകുമ്പോൾ പാറുവിന് 3 വയസ്സാവുന്നേ ഉണ്ടായുള്ളൂ. കുറച്ച് അറിവ് വെച്ച് പിന്നെ ആദ്യമായിട്ടാണ് അവൾ എന്നെ കാണുന്നതും എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും. ചെന്ന 2 ദിവസം എന്നെ കണ്ടൊരു ഷോക്കായിരുന്നു അവൾക്ക്. നാട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിസയുടെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾക്ക് ട്രിവാൻഡ്രം കിംസ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ അരുണിന്റെയും കൂടെ മാത്രമായിട്ട് ആദ്യമായിട്ടാണ് അവളുടെ ടൈം ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അരുൺ ഉള്ളതുകൊണ്ട് അതൊരു സമാധാനമായിരുന്നു കേട്ടോ, ബിക്കോസ് ഷീ ഈസ് വെരി ക്ലോസ് വിത്ത് ഹിം. കുറെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഞാനും അരുണും ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ആദ്യം അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ആഫ്റ്റർ സം ടൈം ഷി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. അങ്ങനെ കിംസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. ട്രിവാൻഡ്രം വരെ വന്നിട്ട് ലുലു കണ്ടില്ലെങ്കിൽ വേറെ എന്ത് കാണാൻ? എറണാകുളത്ത് ലുലു ഒന്നും ഇല്ലല്ലോ, നമുക്കപ്പോൾ കണ്ടല്ലേ പറ്റൂ. നേരെ ചെന്ന് കയറിയത് മെഗ്ഡിയിലോട്ടാണ്. എന്താ കഴിക്കാൻ വേണ്ടി പറയൂ? ഈ കാണുന്ന ഐറ്റങ്ങളൊന്നും നമുക്ക് കാനഡയിൽ കിട്ടില്ല. സോ എല്ലാം അങ്ങ് ഓർഡർ ചെയ്തു. നല്ലതാണോ? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് അവിടെ ഒരു ലെഗോ കോമ്പറ്റീഷൻ എന്തോ വെച്ചിട്ടുണ്ട്. അവളതിരുന്ന് കളിക്കണ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊട്ടലും ചീറ്റലും നിറഞ്ഞ ഒരു ട്രിപ്പായിരുന്നു ഇതെന്ന്. പാറു ഒരു കാര്യമില്ലാതെ എന്നോട് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് ഉറക്കവും എല്ലാം ഒന്ന് ശരിയാവാനായിട്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു. മിണ്ടും പിണങ്ങും പിണങ്ങും മിണ്ടും, ഇങ്ങനെ ഈ ട്രിപ്പ് മൊത്തം അങ്ങ് പോയി. അമ്മ ഇരുന്ന പോലെ അച്ഛൻ്റെ കൂടെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ എനിക്കിരിക്കണം എന്ന് പറഞ്ഞ് ആ ആഗ്രഹം നടത്തിയിട്ടേ അവൾ അടങ്ങിയുള്ളൂ.